Once again, welcome back to TTS. നമുക്കുള്ള ഒരു GL 350D ആണ്. അപ്പോൾ ഇത് കുറച്ചാലും മുമ്പേ നമ്മുടെ അടുത്തേക്ക് പണിയാൻ വേണ്ടി വന്നൊരു വണ്ടിയായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ പുള്ളിക്ക് അന്ന് സമയം ഉണ്ടായില്ല, പിന്നെ പണിയാനും പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഈ വണ്ടി രണ്ടാമത് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള പണികൾ കാര്യങ്ങളൊക്കെ അന്ന് കണ്ടതിനാലും ഇത്തിരി ഗുരുതരാവസ്ഥയിലാണ് വണ്ടിയിൽ നിന്ന് കണ്ടത്. അപ്പോൾ ആദ്യം പണിയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രാങ്ക്സിൽ കാര്യങ്ങൾ പോയിട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ടർബോൻ്റെ ഇമ്പലത്തെ കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിയ രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എഞ്ചിൻ ഇറക്കി ഈ സാധനം എല്ലാം വൃത്തിയാക്കി തിരിച്ച് പിടിപ്പിച്ച് സീല് കാര്യങ്ങളൊക്കെ മാറ്റി തിരിച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യണം ഈ വണ്ടിയിൽ. ഇപ്പോൾ നമ്മുടെ കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിൻ സൈഡ് ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് എഞ്ചിൻ നമുക്ക് തിരിച്ച് പിടിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് വണ്ടിക്ക്. അത് സസ്പെൻഷൻ ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബാക്ക്. അത് നമ്മളെല്ലാ വീഡിയോയിലും പറയണ പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബാക്ക് നമ്മൾ റിപ്പയർ ചെയ്യണം. അങ്ങനെ ഡിഫറൻഷ്യൽ മൗണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് ഓടിച്ച് അത് കൂടുതൽ പൊട്ടണ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് ഡിഫറൻഷ്യലും വാർന്ന ചിലവിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. എപ്പോഴും പറയണ പോലെ സൂചി കൊണ്ട് എടുക്കുകയാണ്, സൂചി കൊണ്ട് എടുക്കുക, അല്ലാണ്ട് തൂമ്പ് കൊണ്ട് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണറിന് അദ്ദേഹത്തിന് ഈ വണ്ടി എങ്ങനെയായിരുന്നു മേടിച്ചപ്പോൾ ഉണ്ടായത് അതേ രീതിയിലേക്ക് എത്തിക്കണം. അതിന് ഏതറ്റം വരെ പോകാനുള്ളൊരു അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് ഒന്നാക്കും. അപ്പോൾ പ്രീമിയം കാർ റിലേറ്റ് ചെയ്ത് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.